കൂടാരം. ശാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ഡേയിലേക്ക് സ്നേഹം പൂക്കുന്ന താഴ്വരയിലേക്ക് സ്വാഗതം. സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ആഹ്വാനത്തെ കേന്ദ്രീകരിച്ച് കുടുംബത്തിലെ ദാമ്പത്യ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. സ്നേഹത്തിൻ്റെ 13 ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലായി ചർച്ച ചെയ്യുന്നു. സ്നേഹം, ദാമ്പത്യ സ്നേഹത്തിൽ വളരാൻ കുടുംബങ്ങളെ സഹായിക്കുക, ഭാര്യ ഭർത്താക്കന്മാരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ അപ്പസ്തോലിക ലേഖനം പാപ്പ പ്രസിദ്ധീകരിച്ചത്. ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളെ നമുക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ഡോക്ടർ ടോണി ജോസഫ്, പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനും കുടുംബങ്ങൾക്കായുള്ള സമർപ്പിത സമൂഹം ലോഫിൻ്റെ പ്രസിഡൻറ്റുമായിരിക്കുന്ന ഡോക്ടർ ടോണി ജോസഫിനെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് സിസ്റ്റർ നീമ ഗ്രേസിനെയാണ്. സിസ്റ്റർ നീമ ഗ്രേസ് കൗൺസിലിംഗ് രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുകയും കുടുംബ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യുന്നു. ഹോളി ഫാമിലി സന്യാസിനി സമൂഹാംഗമായ സിസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി സ്വാഗതം ചെയ്യാനുള്ളത് ഡോക്ടർ മേരി റെജീന, കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും തൃശ്ശൂർ അതിരൂപതയുടെ പാസ്റ്റൽ കൗൺസിൽ സെക്രട്ടറിയുമാണ്. കുടുംബപ്രേക്ഷിത രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായിരിക്കുന്ന ഡോക്ടർ മേരി റെജീനയെ ഈ ചർച്ചയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം സ്നേഹം ഉദാരതയുള്ളതാണ്. സ്നേഹത്തിൻ്റെ 13 ലക്ഷണങ്ങൾ പാപ്പ അവതരിപ്പിക്കുമ്പോൾ ദാമ്പത്യ സ്നേഹത്തിൽ നമ്മെ വളർത്തുന്ന ഈ കാര്യങ്ങളിൽ നമുക്ക് എങ്ങനെ മുന്നേറാം എന്നാണ് നമ്മൾ ഈ ചർച്ചയിൽ ചിന്തിക്കുക. ഉദാരതയുള്ള സ്നേഹം, ഈ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഈ സ്നേഹം ഉദാരതയുള്ളതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വിശദീകരണം പാപ്പ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉദാരതയുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത് സാധാരണ നമുക്കൊക്കെ പരിചയമുള്ളത് നീതിയാണ്. നീതി എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവന് അർഹതപ്പെട്ടത് നൽകുക, അതിനപ്പുറത്തേക്ക് വേറൊരു ബന്ധവും അതിലില്ല. ഉദാരത എന്ന് പറയുമ്പോൾ അർഹതപ്പെട്ടവന് അർഹിക്കാത്തതുപോലും നൽകാൻ തക്ക ഒരവസ്ഥയാണ് ഈ ഉദാരത എന്ന് പറയുന്നത്. അതായത് ഗോസ് ബിയോണ്ട്, അതിനും അപ്പുറത്ത് പോകുന്ന ഒരു സ്നേഹത്തിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ അതിന് കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവില്ല. കണ്ടീഷനുകൾക്ക് അപ്പുറത്ത്, അതായത് നീതിയാവുമ്പോൾ ഞാൻ ഇത് ചെയ്തു, നീ തിരിച്ചെനിക്കിത്, അപ്പോൾ അവിടെ കണ്ടീഷനാണ്. ഉദാരതയിൽ കണ്ടീഷൻ, നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ നിനക്ക് തരുന്നു എന്നുള്ളൊരവസ്ഥയുണ്ട്. അതാണ് മാർപ്പാപ്പ ഇതിൽ ഉദാരതയോടുകൂടി എന്നുള്ളത് പറയുന്നത്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരെ എപ്പോഴും നമുക്ക് ഇഷ്ടം നമ്മുടെ സ്വന്തം താല്പര്യം, എൻ്റെ എന്നുള്ള ലോകത്തിലാണ്. അപ്പോൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, സ്വന്തം താല്പര്യമല്ല മറ്റുള്ളവരുടെ കാര്യത്തിലുള്ള താല്പര്യം കൂടി വരുമ്പോഴാണ് അത് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്വന്തം താല്പര്യം നടന്നു പോകുമെന്നാണ് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സിസ്റ്റർ പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായി മനസ്സിലാണെങ്കിൽ ബൈബിളിലെ ഒരു ഉപമ എടുത്താൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നതിന് 1 ദനാറയായിരുന്നു അന്ന് കൂലി. രാവിലെ കർഷകൻ വിളിച്ച എല്ലാ ജോലിക്കാരെയും 1 ദനാറയ്ക്ക് കരാർ ആക്കിയാണ് വിളിക്കുന്നത്. പിന്നീട് പല സന്ദർഭങ്ങളിലായിട്ട് അവസാനത്തെ മണിക്കൂർ വരെ ജോലിക്കാരെ വിളിച്ച് വിടുന്നു. അപ്പോൾ ന്യായമായും അവസാനം വന്നവന് ഈ 1 ദനാറ കൂലി കിട്ടാൻ അർഹതയില്ല. പക്ഷേ വന്ന എല്ലാവർക്കും ഒരു ദിവസത്തെ മുഴുവൻ കൂലിയും കൊടുക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ അതിൽ
ഔദാര്യത്തെക്കുറിച്ച് മാർപ്പാപ്പ സംസാരിക്കുക. ദൈവം തന്നെയാണ് ഉദാരതയുടെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പോൾ അതേ ഔദാര്യം കുടുംബജീവിതത്തിലും നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പം എന്നെ സ്നേഹിക്കുന്നത് പോലെ, എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ തിരിച്ച് സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് നീതി. പക്ഷെ എന്നെ സ്നേഹിക്കുന്നതിനപ്പുറം അവളെ കൂടുതലായി സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അതാണ് ഉദാരത എന്ന് പറയുന്നത്. എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് ചെയ്യാൻ. ഒരു നല്ലൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത് ഇതാണ്. എല്ലാ ദിവസവും വൈകിട്ട് കള്ളു കുടിച്ച് തൻ്റെ കൈ അടിച്ചൊടിക്കുന്ന ഭർത്താവിനെ, അല്ലെ കൈയോ കാലോ ഒക്കെ ആയിട്ട് അടിച്ചൊടിക്കുന്ന ഒരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീയുടെ, ഒരു നാടോടി സ്ത്രീയുടെ കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. ഞാൻ ഒരിക്കൽ ചികിത്സിച്ച ഒരു സ്ത്രീയാണ് അവളെ നീതിയുടെ മുന്നിലെത്തിക്കാനായിട്ട്, അതായത് ഈ ചെയ്യുന്ന ഭർത്താവിനെ നീതിയുടെ മുന്നിലെത്തിക്കാനായിട്ട് ഞാൻ അവളെ അഡ്മിറ്റ് ചെയ്തു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ വാടി ചെന്നപ്പോൾ ഇവളെ കാണാനില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അവളുടെ ഭർത്താവ് വന്ന് അവളോട് പറഞ്ഞു, നീ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ആടിയെന്ന് പറഞ്ഞപ്പോൾ ഇവൾ അവൻ്റെ കൂടെ പോയി. അപ്പം തന്നെ ഉപദ്രവിക്കുന്ന ഭർത്താവിനെ പോലും അവൻ ആവശ്യം നേരത്തെ വെച്ചു കൊടുക്കാനായിട്ട് അങ്ങോട്ട് സ്നേഹിക്കുന്ന ഈ സ്ത്രീയുടെ സ്നേഹമാണ് ഈ ഔദാര്യത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയുന്നത്. ഉദാരതയുള്ളതാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിക്കപ്പുറത്ത് നമുക്ക് കൊടുക്കേണ്ട സ്നേഹത്തെ. കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിൽ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ ആവശ്യപ്പെടുന്ന ചില നോംസ് ഉണ്ട്. ഇന്നതൊക്കെ നമ്മൾ ഭാര്യ ഭർത്താവിന് ചെയ്തിരിക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തിരിക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ചിലപ്പോൾ ഒരു നോട്ടം, ഒരു ഭാവം, ഒരു തലോടൽ, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്, അങ്ങനെ മെറ്റീരിയലിസ്റ്റിക് ഇതിൽ ഞാൻ പറയുകയല്ല. പക്ഷെ ഇതെല്ലാം തന്നെ ഈ പറയുന്ന ഒരു ഔദാര്യത്തിൻ്റെ സൂചകങ്ങളാണ്, ഒരു സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഞാൻ ചെയ്യുന്നതിൽ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ താല്പര്യം നമ്മൾ കാര്യമായിട്ട് കാണുക. നമ്മുടെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് നമുക്കറിയാം. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടെ നമ്മളത് ചെയ്യുമ്പോൾ സ്വയം മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റേയാളുടെ താല്പര്യം എന്ന് കരുതി, എനിക്കത് ലാഭം എന്ന് കരുതി ഇരിക്കാതെ, അവൾക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അത് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ പാരമ്യതയാണ് നമ്മുടെ അമ്മമാർ. എന്നുവെച്ചാൽ അവർ, എനിക്ക് പറയാം, വിശദീകരിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസമാണ് എനിക്ക് തോന്നുന്നു മാതൃത്വം എന്നുള്ളത്. എന്തിനോടാണ് നാം അതിനെ ഉപമിക്കുക എന്ന് കവികൾ ചോദിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെയാണ്. കാരണം എന്തെല്ലാമാണ് സഹിക്കുന്നത്, അവരുടെ സ്വന്തം ആരോഗ്യം, റിസ്ക് ഫാക്ടേഴ്സ്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ജീവൻ പോലും പണയം. ഇതിൽ പറയാണ് വിശുദ്ധ തോമസ് അക്വീനാസ് ഇങ്ങനെ വിവരിക്കുന്നു: സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ സ്നേഹിക്കാൻ ആഗ്രഹിക്കുക എന്നതാണ് പരസ്നേഹത്തിൽ കൂടുതൽ യുക്തമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മമാരാണ്. നമ്മുടെ അമ്മമാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഉദാരതയുള്ള സ്നേഹം നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സമൂഹത്തിൽ ഇന്ന് അവരാണ്. എനിക്ക് തോന്നുന്നു തട്ടിൽ പിതാവ് പറയാറുള്ള ഒരു സംഭവം ഓർക്കുകയാണ്. അമ്മ രോഗബാധിതയായി കിടക്കയിൽ കിടക്കുമ്പോൾ ഞങ്ങളൊരു ദിവ്യകാരുണ്യത്തിന് ചുറ്റുമിരിക്കുന്ന വണ്ണം ഞങ്ങൾ അമ്മയ്ക്ക് ചുറ്റുമിരുന്നു. കാരണം അമ്മ അതുപോലെ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി. അപ്പം നേരത്തെ മരിച്ചുപോയി, ചെറിയ കുട്ടികളായിരുന്നു. അമ്മ പലപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്മയുടെ താല്പര്യം ഒരിക്കലും അമ്മ നോക്കിയിട്ടില്ല. കൊണ്ട് മുറുക്കിയെടുത്ത് 10 മക്കളെയും അമ്മ വളർത്തിയപ്പോൾ അമ്മയുടെ ഈ ഉദാരതയുള്ള സ്നേഹത്തെക്കുറിച്ച് പിതാവിൻ്റെ വാക്കുകൾ എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ജനറേഷൻ്റെ ഒരു പിക്ചറാണ് ഈ ഇല്ലായ്മയിലും വല്ലായ്മയുടെ. അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമ്മമാരെ വിശുദ്ധരായി, എല്ലാ അമ്മമാരെയും ഈ ഇല്ലായ്മയിലും വല്ലായ്മയിലും ഈ സമൂഹത്തെയും സഭയെയും ഇങ്ങനെ കെട്ടിപ്പടുത്തത്, കുടുംബങ്ങൾ ഭദ്രമാക്കിയ അമ്മമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എല്ലാവരെയും ഒരു വിശുദ്ധരായി. നേരെ തിരിച്ചുമുണ്ട്. അമ്മമാർ ഈ മാതൃത്വം എന്ന വിളിയോട് ഈ ഉദാരതയുള്ള സ്നേഹം കൊടുക്കേണ്ട അമ്മമാർ തന്നെ ഈ കുഞ്ഞുങ്ങളെ, നേരത്തെ നമ്മൾ കേൾക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ വേണ്ടെന്ന് വെക്കുന്നവരും, അല്ലെങ്കിൽ ഈ സഹനം, ഈ ഉദാരതയുള്ള സ്നേഹം കൊടുക്കേണ്ടവർ തന്നെ കൊടുക്കാത്തവരും ഇല്ലേ? എനിക്ക് പറയാം മാർപ്പാപ്പ പറഞ്ഞത് ഇതുകൊണ്ടായിരിക്കണം. കാരണം അമ്മമാരെ സ്നേഹിക്കുന്നത് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്നേഹത്തിന് ഒരു പക്ഷേ മാർപ്പാപ്പ ഇത്രയും വില കൽപ്പിക്കുന്നുണ്ടാവാം. നേരത്തെ പറഞ്ഞ പോലെ മക്കളെയൊക്കെ കുറയ്ക്കാനൊരു ടെൻഡൻസി വരാൻ കാരണം ഈ ഉദാരതയോടുകൂടി പെരുമാറാനുള്ള മനസ്സില്ലാത്തതാണ്. മാർപ്പാപ്പ ഇതിലിങ്ങനെ പറഞ്ഞിരിക്കുന്നത് നീതിയെ അതിലംഘിക്കുന്നതാണ് ഉദാരത.
നമുക്ക് അർഹിക്കുന്നത് മതിയില്ലേ, അല്ലെങ്കിൽ 2 മക്കൾ മതിയിലൊക്കെ ചിന്തിക്കാൻ കാരണം അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കാൻ പറ്റാത്തതാണെന്ന് തോന്നുന്നു. ഇന്നത്തെ ഒരു ലോകത്തിൽ ഈ അർഹിക്കുന്നത് കൊടുക്കുന്നത് തന്നെ വലിയൊരു സഹനവും ബാധ്യതയുമായിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്. ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ആദ്യത്തെ 6 മാസമെങ്കിലും അമ്മയുടെ മുലപ്പാൽ മാത്രം കുഞ്ഞിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടെങ്കിലും പലപ്പോഴും പല സ്ത്രീകളും ഈ അർഹിക്കുന്നത് പോലും കൊടുക്കാൻ വിമുഖത കാണിക്കുകയാണ്. പ്രത്യേകിച്ച് സ്വന്തം സൗന്ദര്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ജോലി തിരക്കുകൾ മൂലമോ അല്ലെങ്കിൽ ആ പ്രൊഫഷനോടുള്ള സ്നേഹം കൊണ്ടൊക്കെ പലപ്പോഴും ഈ 6 മാസം പോലും അർഹിക്കുന്നത് പോലും കൊടുക്കാറില്ല. അതേസമയം ഔദാര്യത്തോടെ കൂടുതൽ കാലം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരുണ്ട്. എൻ്റെ സൗന്ദര്യം, എൻ്റെ ആരോഗ്യം ഞാൻ എന്തിനു വേണ്ടിയായിരിക്കണം സംരക്ഷിക്കേണ്ടത്? അതെൻ്റെ കുഞ്ഞിന് ആവശ്യമായതോ അതിലധികമോ? സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഈ സ്നേഹം, ഈ ഉദാരതയുള്ള സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തോളം വലുതാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ സ്നേഹത്തോട് ഒരു ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭൂമിയിലെ സ്നേഹമാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത്, പ്രസവിക്കുന്ന സ്ത്രീയുടെ പ്രസവ വേദന ഈശോയുടെ കുരിശോളം ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞത്. കാരണം അവർ അത് നിഷ്കളങ്കതയോടുകൂടെ തനിക്ക് വേണ്ടിയല്ല, തൻ്റെ കുഞ്ഞിന് വേണ്ടി, ഒരു പുതിയ ജീവന് വേണ്ടി തന്നെ സമർപ്പിക്കുന്നവളാണമ്മ. അതുകൊണ്ട് ഈ കുരിശുമരണത്തോളം ഉദാത്തമാണ് ഒരു അമ്മയുടെ സഹനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ക്ലിപ്പിങ്ങിൽ നമ്മൾ ഒരു അമ്മയെ കാണുന്നു, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഇന്ന് ഈ ലോകത്ത് അവർ ജീവിച്ചിരിപ്പില്ല. 8 കുഞ്ഞുങ്ങളെ ഈ ലോകത്തിന് സമ്മാനിച്ച് അവസാന പ്രഗ്നൻസിയുടെ സമയത്ത് ക്യാൻസർ രോഗബാധിതയായ നമുക്കെല്ലാവർക്കും പരിചയമുള്ള സ്വപ്ന ട്രേസി 8ാമത്തെ മകളെ കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുമ്പോൾ ക്യാൻസർ ബാധിച്ചു. പക്ഷെ കുഞ്ഞിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിൻ്റെ ഗൗരവമുള്ള ട്രീറ്റ്മെൻറ്റ്, കുഞ്ഞിൻ്റെ ജീവനെ ബാധിക്കുമെന്ന് കരുതി ഗൗരവമുള്ള ട്രീറ്റ്മെൻറ്റ് തൽക്കാലം നിരസിച്ചു. പിന്നീട് കുഞ്ഞിന് 2 വയസ്സിനോട് അടുത്തെത്തുമ്പോൾ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പറന്നുയർന്ന സ്വപ്ന ട്രേസി എന്ന് പറയുന്ന ഈ അമ്മയുടെ ഈ ക്ലിപ്പിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നു. ഈ ക്ലിപ്പിംഗ് തൽക്കാലം നമുക്ക് ശ്രദ്ധിക്കാം. സപ്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം നൽകിയ ഉത്തരവും ആ ദമ്പതികൾ കൈക്കൊണ്ട തീരുമാനവും ഇന്നും പ്രസക്തമാണ്. അന്നും എനിക്കിങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ വേണം, അങ്ങനെ ഒരു ഐഡിയ അന്ന് നമുക്കില്ല. ആഗ്രഹിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാം, പിന്നെ നമുക്ക് എപ്പോൾ വേണേലും ആകാം, അങ്ങനെയൊക്കെയാണ് അന്നത്തെ പഠനം. അതിൽ കൂടുതൽ എനിക്ക് അതിനെക്കുറിച്ച് അന്ന് അറിവില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ്, ആദ്യത്തെ കുഞ്ഞ് ഒരു 5 മാസം പ്രായമുള്ളപ്പോഴാണ് രണ്ടാമത്തെ കുഞ്ഞിന് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ അതോടുകൂടി എൻ്റെ മനസ്സിൽ എനിക്ക് വേറൊരു ബോധ്യം കൂടെ കിട്ടി. ഇത് ഇങ്ങനെ ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കേണ്ട ഒരു സംഗതിയാണ് ജീവൻ എന്നുള്ളത്. എനിക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാനോ മാറ്റിവെക്കാനോ ഒന്നും പറ്റില്ല. എനിക്കിത് വ്യക്തത വേണം, വ്യക്തമായിട്ട് ഇത് അറിയാനായിട്ട്. ഇത് ആരെയാണ് ഞാനിത് അതുകൊണ്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒരുമിച്ചും പ്രാർത്ഥിച്ചു, ഒരുപാട് ഫാസ്റ്റിംഗ് എടുത്തു, ഒരുപാട് മാസങ്ങൾ അതിനുവേണ്ടി മനസ്സിൽ രാത്രിയും പകലും എന്ന പോലെ കരഞ്ഞ് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു. ഒരു പ്രത്യേകിച്ച് ഒരു ദിവസം കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു ലൈബ്രറി ഞങ്ങളുടെ കയ്യിലുള്ള ഇച്ചിരി കളക്ഷനിൽ നിന്ന് ഒരു പുസ്തകം കിട്ടി, ജീസസ് കോൾസ് എന്ന് പറഞ്ഞിട്ട്. തുറന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് അതൊരു ഭാഗത്തുനിന്ന് ഞാനിങ്ങനെ കണ്ടു, ഫാമിലി ലൈഫിനെ കുറിച്ച് ഈശോ ജുൾക്ക എന്ന് പറയുന്ന ഒരു വിഷണറിക്ക് വ്യക്തമായിട്ട് കർത്താവിൻ്റെ കാഴ്ചപ്പാട്, 1973 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ആദ്യം തൊട്ട് ഭയങ്കര ഇൻട്രസ്റ്റിൽ ദാഹം പിടിച്ച പോലെ ഞാനിങ്ങനെ വായിച്ചു തുടങ്ങി. അപ്പോൾ കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച അതേ കാര്യങ്ങൾ ഇന്നത്തെ ഫാമിലി ലൈഫ് എങ്ങനെയാണ് കാണുന്നതെന്ന്, ദൈവം അതിനെ എങ്ങനെ കണക്കാക്കുന്നു, ഇങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നൽകുന്ന കുഞ്ഞുങ്ങളെ ദൈവം തരുന്ന സമയത്ത് സ്വീകരിക്കണം. അതിനുവേണ്ടി നമ്മൾ മനസ്സ് പോലും നമ്മൾ അങ്ങനെ അതിനെതിരെ ചിന്തിക്കാതെ ഹൃദയത്തിൽ ആദ്യം സ്വീകരിക്കണം. 8ാമത്തെ കുഞ്ഞായി കഴിഞ്ഞപ്പോൾ ആയില്ല, 3 മാസമൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ബ്രസ്റ്റിൽ പല മുഴ ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷേ അത് ബ്ലീഡിങ് തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഡോക്ടറിനോട് ഇപ്പോഴേ ചെന്ന് പറഞ്ഞാൽ അവർ വേറെ എന്തെങ്കിലും
കാര്യത്തിൽ അവോയ്ഡ് ചെയ്യൂല കൊച്ചിനെ, അവോയ്ഡ് ചെയ്യാൻ ആദ്യമേ പറയുമല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു 2 മാസം കൂടെ വെയിറ്റൊക്കെ ചെയ്തിട്ടാണ് പോയി ഡോക്ടറിനെ കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു വേഗം സർജറിക്കാരെ കാണിക്കണം. അപ്പോൾ സർജനായ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവർ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എഴുതി തന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഏതാണ്ട് ഉറപ്പായിരുന്നു. കാരണം ഞാനത് വീട്ടിലൊന്നും പറഞ്ഞില്ല. കാരണം ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പേടിക്കും. പക്ഷേ എനിക്ക് കുറേ നാൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ച് ദൈവമേ ഇതെങ്ങനെ സ്വീകരിക്കും എന്ന് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാരണം ഇത് ചില സമയത്ത് തിരക്ക് കൊണ്ടൊന്നും മറന്നു പോകും. പക്ഷേ സാധാരണ പോലെ ഡ്യൂട്ടി ചെയ്തൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു പുറത്തേക്ക് പറയാനുള്ള വിഷമം കൊണ്ട് വീട്ടിലും പറഞ്ഞില്ല. ഞാൻ അങ്ങനെ 1-2 മാസം കഴിഞ്ഞിട്ട് ഇതിന് റിസൾട്ട് വരുമ്പോൾ പോസിറ്റീവാണ്, ക്യാൻസർ പോസിറ്റീവായിട്ട് റിസൾട്ട് വരുന്നത്. പിന്നെയാണ് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു. അപ്പം തന്നെ പിള്ളേരോടും പറഞ്ഞു. അൾട്രാസൗണ്ട് ചെയ്ത ഡോക്ടർ പറഞ്ഞു ഇനി ഇത് ഒരു എല്ലായിടത്തേക്കും പടർന്നു കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം നോക്കുന്നിടത്തൊക്കെ ഇതിൻ്റെ ലീഷനാണ്. അപ്പോൾ ഇനി നിങ്ങൾക്കിനി ഡെലിവറിയും കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ കീമോ ഒക്കെ തുടങ്ങാമെന്ന് പറയുമ്പോൾ ഒത്തിരി ലേറ്റ് ആവില്ലേ, ഇത് നിങ്ങൾക്കിത് റിസ്ക്കാന്ന് തോന്നണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇപ്പോൾ ഈ കുഞ്ഞിനും കൂടെ അപകടമല്ലേ, അപ്പം നമുക്കിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മറ്റു കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാവുമെന്ന് ഭയമില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ ജന്മം തരാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കുഞ്ഞിനെ വളർത്താൻ ആർക്കും പറ്റും, ബാക്കി എല്ലാ രീതിയും ഹെൽപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ ഈ കുഞ്ഞായിട്ട് ഈ ഭൂമിയിലേക്ക് എത്തിച്ചേരാൻ ഞാൻ മാത്രം വിചാരിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു വില ഞാൻ തന്നെ ചിന്തിക്കുകയുള്ളൂ, എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഉദാരതയുടെ മഹനീയമായൊരു മാതൃകയാണ് നമ്മളിതിൽ കണ്ടത്. എനിക്ക് മറ്റൊരു കാര്യം കൂടി ഓർമ്മ വരികയാണ്. ഈ ഒരു മകൻ അമ്മയ്ക്ക് പ്രായമായി അല്ലെങ്കിൽ അമ്മ വീട്ടിൽ അധികമാണ് എന്ന് തോന്നിയപ്പോൾ അമ്മയെ കാട്ടിൽ കൊണ്ടുവിടാൻ പോവാണ്. ആ പോകുന്ന വഴിക്ക് അമ്മയും മകനും ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ പോകുന്ന വഴിക്ക് അമ്മ എല്ലാ ചെടികളും ഇങ്ങനെ ഒടിച്ചൊടിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരം എത്തിക്കഴിഞ്ഞതിന് ശേഷം അമ്മയെ അവിടെ ആക്കി മകൻ തിരിച്ചു പോകുക എന്ന് തോന്നുന്ന ആ സന്ദർഭത്തിൽ മകൻ ചോദിക്കും, അമ്മ എന്തിനായി വരുന്ന വഴിക്കുള്ള ചെടി മുഴുവൻ ഒടിച്ചൊടിച്ച് വന്നതെന്ന്. അപ്പോൾ അമ്മ പറയുന്ന ഉത്തരമുണ്ട്. അമ്മയ്ക്കറിയാം മോൻ എന്നെ ഉപേക്ഷിച്ച് പോകാനാണ് ഇവിടെ വന്നതെന്ന്. അപ്പോൾ അമ്മ പറയുകയാണ്, മോനെ നീ എന്നെ ഇവിടെ ആക്കിയിട്ട് പോകില്ലേ, തിരിച്ചു പോകും, നീ തന്നെയല്ലേ പോകുന്നത്, പോകുന്ന വഴി നീ തെറ്റാതെ തിരിച്ച് നിൻ്റെ വീട്ടിലെത്താൻ വേണ്ടി നിനക്ക് അടയാളം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ഒടിച്ച് വെച്ചതെന്ന്. ഇത് കേട്ടതോടുകൂടി ആ മകൻ അമ്മയെ അതോടുകൂടി തിരിച്ച് കൊണ്ടുപോയി. ഇത്രമാത്രം സ്നേഹം വഴിഞ്ഞൊഴുകുന്ന അമ്മയാണല്ലോ ഞാനിങ്ങനെ ചെയ്തതെന്ന് ഓർത്തിട്ട് തിരിച്ചു കൊണ്ടുപോരുന്ന ഒരവസ്ഥയുണ്ട്. അത് സ്നേഹം ബിയോണ്ട്, അതിനപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. മാതൃത്വത്തിൽ മാത്രമല്ല ഈ ഉദാരതയുള്ള സ്നേഹം കാണാൻ പറ്റുക. തീർച്ചയായും നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കാര്യം തന്നെ ഓർത്ത് നോക്കാം. അവർ ഒരുപക്ഷെ നമുക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനായിട്ട് അവരുടെ സാഹചര്യം വെച്ചിട്ട് അവർക്ക് നൽകാവുന്നതിലും അധികമായ വിദ്യാഭ്യാസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ കടന്നുപോയ എനിക്കറിയാം. എൻ്റെ ഒക്കെ കുടുംബത്തിൽ അതിനുവേണ്ടി അപ്പനൊക്കെ സഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ, പലപ്പോഴും ആവശ്യമായ പണം കണ്ടെത്താനായിട്ട് ലോൺ എടുത്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയാണ്. അപ്പം മാതാപിതാക്കൾ, അമ്മ മാത്രമല്ല അപ്പനും അതുപോലെ തന്നെ സഹിച്ച് ഔദാര്യത്തോടെ, ഇപ്പം നമുക്ക് അർഹതപ്പെട്ടതെന്ന് പറയുന്നത് അപ്പുറത്ത് തരാനായിട്ട് എപ്പോഴും പരിശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ലാവിഷ്നെസ് ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷേ ആ ലാവിഷ്നെസ്സിനപ്പുറത്ത് നമുക്ക് അർഹതപ്പെട്ടതിലും വലിയ സ്നേഹമാണ് മാതാപിതാക്കളിൽ നമുക്കൊക്കെ ലഭിച്ചത്. എനിക്കൊന്ന് ഇന്നത്തെ ഒരു ദമ്പതികളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ചിലപ്പോൾ സാഹചര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വന്നതുകൊണ്ട് നമുക്ക് പണവും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ഒരു ജനറേഷനേക്കാൾ ഇന്നുണ്ട്. പക്ഷേ ഇവർക്ക് ചിലപ്പോൾ ഏറ്റവും അധികം കൊടുക്കാൻ സാധിക്കുന്നത് സമയമാകാം. അവർ കാണിക്കേണ്ട ഒരു ഔദാര്യം, അവർ നൽകുന്ന ക്വാളിറ്റി ടൈം. അത് തന്നെ മാർപ്പാപ്പയും പറഞ്ഞിട്ടുള്ളൂ, ക്വാണ്ടിറ്റി ഓഫ് ടൈം കുറഞ്ഞു വന്നാലും ക്വാളിറ്റി ടൈം കൊടുക്കണം. അതിനിടയിലേക്ക് മൊബൈലും ഇൻ്റർനെറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും അവർക്കിഷ്ടമുള്ള അവരുടെ താല്പര്യങ്ങൾ ഒഴിവാക്കി, അതൊരു ഔദാര്യമാണല്ലോ. ഇപ്പം നമ്മുടെ മക്കളൊക്കെ തന്നെ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. പക്ഷെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ആ താല്പര്യങ്ങൾ മാറ്റിവെച്ച് ഭാര്യയ്ക്കും മക്കൾക്കും പിന്നെ വരുന്ന വലിയ കുടുംബത്തിനും ചുറ്റും വരുന്ന വലിയ കുടുംബത്തിനും നൽകേണ്ടത് കൃത്യമായി നൽകണമെങ്കിൽ കുറച്ച് ഔദാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഔദാര്യത്തോടെ വലിയ കുടുംബത്തിന് ജന്മം നൽകുക എന്ന് പറഞ്ഞാൽ, വലിയ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് നല്ല ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. 2-3 കുഞ്ഞുങ്ങളെ 4 കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ മാതാക്കൾ കഷ്ടപ്പെടുമ്പോൾ
ഒരു 4-ൽ കൂടുതൽ മക്കളെ സ്വീകരിക്കുന്ന വലിയ കുടുംബം, വലിയ കുടുംബങ്ങളെ കുറിച്ച് മാർപ്പാപ്പ പറയുന്നത് അവരുടെ ഔദാര്യമാണ്. അത് ഔദാര്യം. ഞാനിത് പറയുമ്പോൾ ഓർക്കാണ്, നമ്മളുടെ കുടുംബത്തിൽ നമ്മൾ കുടുംബത്തിൽ ഇത് പരിശീലിക്കണം. ഹസ്ബൻഡ് വൈഫിൻ്റെ ഇടയിൽ, മക്കളുടെ ഇടയിലൊക്കെ പരിശീലിച്ചിട്ട് നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന് നമ്മുടെ അയൽവക്കങ്ങളിലേക്കും കൂടി ഈ ഔദാര്യം ഒന്ന് കടന്നു ചെന്നിരുന്നെങ്കിൽ തോന്നുക. ഞാൻ ആലോചിക്കാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പെട്ടെന്ന് അമ്മ മരിച്ചുപോയി. 2 ചെറിയ കുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. അപ്പോൾ എനിക്ക് അടുത്ത് തന്നെയാണ്. ഈ അവിടുത്തെ ആൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ പഠിക്കുന്ന കാലഘട്ടത്തിൽ കൂട്ടുകെട്ട്, അമ്മയില്ല അവരെ ശ്രദ്ധിക്കാനായിട്ട്. അപ്പച്ചൻ 2ാമത് വിവാഹം കഴിച്ചു, 2ാം വേണം. അവർക്ക് അത്ര ഇൻഫ്ലുവൻസ് ഇല്ല ഇവരുടെ മേത്ത്. അവനൊരു തെറ്റായ വഴികളിലൂടെ പോകാൻ തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ കയറി ചെന്ന് ഇടപെടാനൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളുടെ മനസ്സിലാ തോന്നി അവനോട് ഒന്നും കൂടി ഒന്ന് അടുത്ത്, ചെറിയ കുട്ടിയായിരുന്നു, അതായത് 6-ലൊക്കെ പഠിക്കുന്ന പ്രായം. ഇന്ന് അവൻ നമ്മളുടെ മിടുക്കൊണ്ടല്ലോ ഒരുപാട് വ്യക്തികളിലൂടെ ഒന്ന് ഇടപെടാനൊക്കെ ആയിട്ട് ദൈവം സഹായിച്ചു. ആ സമയത്ത് എവിടെയോ വായിച്ചിട്ടുണ്ട്, നിന്റെ അയൽവാസിയുടെ ദാരിദ്ര്യത്തിന് ഉത്തരവാദി നീ കൂടിയാണ് എന്ന് ഓർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് വളരെയധികം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചുറ്റുമതിലുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളുടെ കണ്ണുകൾ പോവുക, നിങ്ങളുടെ പ്രവൃത്തികൾ പോവുക, നിങ്ങളുടെ ഔദാര്യം നിങ്ങൾ പ്രകടിപ്പിക്കുക. നമ്മൾ ഈ നമ്മുടെ ഒരു ചുറ്റുമതിലും അതിനുള്ളിൽ നമ്മളുടെ വായു, നമ്മുടെ വെള്ളം, നമ്മുടെ അതല്ല ജീവിതം. പലപ്പോഴും നമ്മളെ നമ്മുടെ അവകാശങ്ങളിലും ഇതിലൊക്കെ അവകാശങ്ങളെ കുറിച്ച് നമ്മൾ വളരെ കോൺഷ്യസ് ആണ്. നമ്മുടെ കടപ്പാടുകളെ കുറിച്ചോ ഔദാര്യം കാണിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മളധികം കോൺഷ്യസ് അല്ല. മേരി രജന പറഞ്ഞതിനോട് കോംപ്ലിമെന്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, മദർ തെരേസയുടെ അമ്മ ഇങ്ങനെ അയൽപ്പക്കങ്ങളിലേക്ക് സ്നേഹം കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ അമ്മ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ടാണ് മദർ തെരേസ പോലും ഉണ്ടായത്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കാണിക്കുന്ന ഈ ഔദാര്യത്തിൽ നിന്നാണ് നല്ല സമർപ്പിതരുണ്ടാകുന്നത്. അപ്പോൾ നല്ല സമർപ്പിതരുടെ സ്നേഹമാണെങ്കിലോ അത് ഈ ഔദാര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ്. നമ്മൾ അവർക്ക് എന്ത് ലാഭമാണ് അവർക്ക് അതുകൊണ്ടുള്ളത്. നമ്മളങ്ങനെ അവര് നേരത്തെ പറഞ്ഞ പോലെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റി നിർത്തി അവരുടെ ജീവിതം സമർപ്പിക്കുകയാണ്. ഔദാര്യമുള്ള സ്നേഹത്തിന്റെ മനോഹരമായ നല്ല ഉദാഹരണമാണ് സമർപ്പിതരുടെ ജീവിതം, അല്ലെങ്കിൽ വൈദികരുടെ ഒക്കെ ജീവിതം. പലപ്പോഴും നമ്മൾ വില കൽപ്പിക്കാത്ത ജീവനുകളാണ് ഇവരൊക്കെ, ജീവിതങ്ങളുമാണ് ഇവരുടേത്. ഈവൻ എനിക്ക് തോന്നുന്നു ഒരു വീട്ടിലെ ഏറ്റവും അധികം വില കൽപ്പിക്കപ്പെടാതെ പോകുന്ന ഔദാര്യം അമ്മയുടേതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പൻ്റേതാകാം. ഇതൊക്കെ ഇപ്പോൾ കുട്ടികൾ വിചാരിച്ചിരിക്കുന്ന ഇതൊക്കെ അവരുടെ അവകാശങ്ങളായിട്ടാണ് വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഇതൊക്കെ അവരുടെ അവകാശമല്ലേ. എനിക്ക് തോന്നുന്നു സിസ്റ്റർ നീമ മണിക്കൂറുകളോളം കുടുംബ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം. ഞാൻ ഓർക്കുകയാണ്, സിസ്റ്റർ നീമയ്ക്കയുടെ ജീവിതം അതൊരു ഔദാര്യത്തിൻ്റെ ഒരു പ്രകടനം കൂടെയാണ്. അനേകം ആളുകൾക്ക് തൻ്റെ ജീവിതം പങ്കുവയ്ക്കാൻ സ്വന്തം താല്പര്യങ്ങൾ, അസുഖങ്ങളൊക്കെ ഉണ്ട്, അതിനിടെ ഇടയിലും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്നെ കൊടുക്കാൻ കഴിയുന്നത് ഈ ഔദാര്യമുള്ള സ്നേഹത്തിൻ്റെ ഒരു രൂപമാണ്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ഈ ഔദാര്യമുള്ളൊരു സ്നേഹമാണ്. കാരണം ഇപ്പോൾ പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ ഇവരെ കേൾക്കാൻ ആരുമില്ല. അപ്പം ഒരുപക്ഷെ ഇന്ന് കുടുംബങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല അതാണ് തോന്നുന്നു. ഫാമിലി അപ്പസ്റ്റലേറ്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ മറ്റു കുടുംബങ്ങൾക്ക് ഔദാര്യപൂർവ്വം നൽകാനുള്ള ഒരു സ്നേഹം ഓരോ കുടുംബത്തിനും ഉണ്ടെങ്കിൽ അത് സമയമാകാം, ചിലപ്പോഴെങ്കിലും സമ്പത്താകാം, മറ്റ് പലതരത്തിലും നമ്മുടെ താല്പര്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ താല്പര്യം മനസ്സിലാക്കുകയാണ് മിക്കപ്പോഴും ഇപ്പം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് കുടുംബത്തിന് ഞാൻ എൻ്റേത് എന്നുള്ള സർക്കിളിൽ ചിലപ്പോൾ എല്ലാം കൈമാറ്റം ചെയ്യപ്പെടുന്നു. അച്ഛൻ ഇതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ അച്ഛൻ പങ്കുവെച്ചത് ഓർക്കാം. ഒരു വലിയ വീട്, കോടികളുടെ വീട് കെട്ടിയിട്ട് അച്ഛനെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അച്ഛന് ഒരു താല്പര്യമില്ല. അച്ഛൻ ഈ റൂം കണ്ടോ, ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കണ്ടോ, അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെ കൊണ്ടേ കാണിച്ചു കൊടുക്കണം. അപ്പം അച്ഛൻ പറയുകയാണ്, എനിക്കത് കാണാൻ ഒരു താല്പര്യവും തോന്നണില്ല. പക്ഷേ അച്ഛൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് എല്ലാ ദിവസവും ആ വീടിൻ്റെ മുമ്പിലൂടെ നടന്നു പോകുന്ന, എല്ലാ ദിവസവും കൂലിപ്പണിക്ക് പോകുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് വീടില്ല, ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് കാണാനുള്ളൊരു ഉദാരത, അല്ലെങ്കിൽ ആ ഒരു മനസ്സ് നമ്മൾക്ക് വരാത്തതിനെ ഓർത്താണ് എനിക്ക് വേദന തോന്നുന്നത്. അച്ഛൻ പങ്കുവെച്ചത് വേടം പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈ ദാമ്പത്യ ബന്ധത്തിനുള്ളിൽ ചിലപ്പോൾ കുറച്ചൊക്കെ നന്നായി ജീവിക്കുന്നവർ ഔദാര്യം കാണിക്കുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ പുറത്തേക്ക് ഇത് ഒരിക്കലും കടക്കാത്ത അവസ്ഥ വരുന്നത് കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നുള്ള ഒരു സമൂഹം എങ്ങനെയുണ്ടായി. ഈ ഔദാര്യം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് മാർജിനലൈസ്ഡ് എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിൽ ഉണ്ടായത് എന്നുള്ളത് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അരികിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. ഈ ഒരു ഉദാരതയുടെ വലിയൊരു മുഖമാണത്. ഈ ഔദാര്യം നമുക്ക് കുടുംബത്തിൽ നിന്ന് ആണ് ആരംഭിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ചർച്ചയിലുടനീളം നമ്മൾ സംസാരിച്ചത്.
എന്താണ് പറഞ്ഞത്? സ്നേഹം ഉദാരതയുള്ള സ്നേഹം എന്ന് പറയുന്നത് സ്വന്തം താല്പര്യം നോക്കുന്ന സ്നേഹമല്ല, മറിച്ച് അപരൻ്റെ താല്പര്യം കൂടെ നോക്കുന്നു. ഇവിടെ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് ശ്രദ്ധിക്കാം. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. ദൈവം ദാനമായി തന്ന ഈ ജീവിതം ഇത് ഔദാര്യത്തോടെ നൽകാൻ തമ്പുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ദാമ്പത്യ സ്നേഹത്തിൽ ഈ സ്നേഹം ഉദാരതയുള്ളതാണ്. ഔദാര്യത്തോടെ കൊടുക്കാൻ അത് ഭാര്യാഭർത്താക്കന്മാർ പരസ്പരവും കുട്ടികൾക്കും അമ്മമാർ മക്കൾക്കും അപ്പന്മാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു കൊടുക്കലിൻ്റെ ഒരു ജീവിത ശൈലിയാണ്. ഇത് ലോകം മുഴുവനിലേക്കും ഈ ഔദാര്യമുള്ള സ്നേഹം പകർന്നു കൊടുക്കാൻ ഭാര്യാഭർത്താക്കന്മാർക്ക് സാധിക്കട്ടെ. നീതിയും ഉദാരതയും കൂടിച്ചേർന്നതാണ് സ്നേഹമെന്നാണ് പാപ്പ അതിൽ പറയുക. പിതാവായ ദൈവം തന്നെയാണ് ഈ ഉദാരതയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഈശോയെ നമുക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്തുവെങ്കിലും ഈശോയുടെ കുരിശുമരണത്തിലൂടെ ആ സ്നേഹത്തിൻ്റെ ഒരു ഔദാര്യം നമ്മൾ കാണുകയാണ്. ഈ ഈശോയെ പൂർണ്ണമായും നമുക്ക് നൽകിക്കൊണ്ട് തന്നെ നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, സ്നേഹത്തിന് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്ന വലിയ സ്നേഹമില്ല. ഈ സ്നേഹം, ഈ പിതാവായ ദൈവത്തിൻ്റെ ഉദാരതയുള്ള സ്നേഹം, അതാണ് സ്നേഹത്തിൻ്റെ ഈ ഉദാരതയുടെ ഏറ്റവും മനോഹരമായ രൂപം. ഈ സ്നേഹം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹം ദാഹിക്കാം, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.